ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് റവ കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിനെ മാറ്റി വെക്കുക. ആ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 പച്ചമുളക് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സവോള കട്ട് ചെയ്തതും 1/2 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അതിലേക്ക് ചാറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് അല്പം ഗരം മസാലയും അല്പം ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അല്പം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ കുതിർത്ത് വെച്ച റവയും തൈരും കൂടി ഇല്ലേ, അത് നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ, അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടി. ഇങ്ങനെ സ്പൂണ് കോരുമ്പോൾ ഒരു വര വരഞ്ഞു കൊടുത്താൽ അതിങ്ങനെ തെളിഞ്ഞു കാണണം. അതാണ് മാവിൻ്റെ പാകം. അപ്പം പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഒരു 2 തവി കോരി ഒഴിച്ച് ഒന്ന് നൈസായിട്ട് അതിനെ ഒന്ന് പരത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഈ ഒരു പാകത്തിൽ വരുമ്പോൾ നമ്മൾ എടുക്കണം. ഒഴിച്ചെടുത്തോട്ടപാട് എടുക്കരുത്, കാരണം പറ്റി പിടിച്ച് എടുക്കാൻ കിട്ടത്തില്ല. കുറച്ച് സമയം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ഇതാണ്ടോ. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് നമ്മളെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കണം. അപ്പുറത്തും ഇപ്പുറത്തും, അതുപോലെ തന്നെ 2 സൈഡ് ഇപ്പുറത്തും കൂടി മടക്കി കൊടുക്കുക. അപ്പം ഇതുപോലെ മടക്കി എല്ലാം നമ്മൾ വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തിരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. അപ്പം ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പാകത്തിൽ നമ്മളിതിനെ ചുട്ടെടുക്കണം. അപ്പം അതിന് എല്ലാം നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ. അപ്പോൾ ഇതുപോലെ വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.